കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടത്തി. പവനാത്മ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ട്രീസ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന വികാരി റവറൻ ഫാദർ ജെയ്സൺ കരിപ്പായി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി റോസ് മോൾ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് റവറൻ സിസ്റ്റർ സംഗീത, ലോക്കൽ മാനേജർ റവറൻ സിസ്റ്റർ ജ്യോതിസ്, പഞ്ചായത്ത് അംഗം പ്രണീല ഗിരീശൻ, PTA പ്രസിഡന്റ് രഞ്ജിത്ത് വിആർ, റവറൻ ഫാദർ ഫ്രാങ്ക്ലിൻ പാറശ്ശേരി, ഷാജി കാളിയങ്കര, ലിജി ജോബി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തീർച്ചയായിട്ടും ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ആളുകളുടെ അന്ന് തന്നെ റിട്ടയർമെന്റ് വയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. സത്യം പറഞ്ഞ രണ്ട് ടീച്ചേഴ്സ് ഇത്രയും വർഷം, പ്രത്യേകിച്ച് അൽഫോൺസിന്റെ 27 വർഷം ഇവിടെ തന്നെയായിരുന്നു എന്നാണ്. 72ാമത് വാർഷിക ആഘോഷം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ഡോൺ ബോസ്കോ സ്കൂളിൽ എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുകയാണ്. 72 വർഷം കൊടകരയിൽ 72 തലമുറകളെ വാർത്തെടുക്കുന്ന സ്കൂളാണ്. 72 തലമുറകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് ഒരുപാട്, ചിലരൊക്കെ മൺമറഞ്ഞ് പോയിട്ടുണ്ടാവും, ചിലരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടാവും. ഏതൊരു മനുഷ്യനും അവർ